കേട്ടോ. ഇതൊരു ഓഷ്യൻ തീമിൽ വന്നിരിക്കുന്നതാണ് ഈ ഭാഗം. ലാസ്റ്റ് ഭാഗം ഓഷ്യൻ തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഷാർക്കിനെയും സ്റ്റിംഗ്രേനെയും ഒക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ നോക്കി ഇന്നപ്പം എന്ത് നമ്മുടെ മെർമെയ്ഡ് വന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം അത് എത്രമാത്രം അറിയുമെന്നറിയില്ല, നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതേ നമ്മുടെ ഷാർക്ക് പോകുന്നു. ഷാർക്കിൻ്റെ കൂടെയുള്ളത് സക്കർ ഫിഷാണേ. പിന്നെ സ്റ്റിംഗ്രേസ് ഒക്കെ ഇടയ്ക്കോ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു 5 to 10 മിനിറ്റ്സ് മെർമെയ്ഡ് ഷോ ഉണ്ടായിരുന്നു. മെർമെയ്ഡ് ഷോ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് ഫിഷസിനെ എല്ലാം കണ്ടു കേട്ടോ. ഞങ്ങൾ ഫുള്ള് കണ്ടു തീർന്നില്ലായിരുന്നു. നമ്മൾ ആ ഫസ്റ്റ് എൻട്രൻസിൽ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഷോ ഉണ്ടെന്നും പറഞ്ഞിട്ട് വിളിച്ചത്. ഇല്ലേ പിന്നെ കുറേ സമയം കഴിയും. നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ വന്നത്. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് 5 മണിയാകും. അപ്പോൾ അത് കുറേ സമയം പോകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കയറി. പിന്നെ ഈ ഒരു ടണലുണ്ടല്ലോ, ഇതൊരു 70 മീറ്റർ വരുന്ന ഒരു ടണൽ, അണ്ടർ വാട്ടർ ടണലാണ്. ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന സെയിം ഫീലാണേ. പിന്നെയുള്ളത് ഈ ജെല്ലി ഫിഷായിരുന്നു. ഈ കളർ ഇങ്ങനെ മാറിക്കഴിയുമ്പം നല്ല ഭംഗിയാണ് അവരെ കാണാനായിട്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നമുക്ക് സ്റ്റാർ ഫിഷിനെ ടച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ജെല്ലി ഫിഷിൻ്റെയും സ്റ്റാർ ഫിഷിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ അല്ലാതെ വേറെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു സ്പേസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ഫിഷിനെ ഇങ്ങനെ ആ ഇതിനകത്തൂടി കാണാനായിട്ട് പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ വെള്ളത്തിനകത്ത് നിൽക്കുന്നത് പോലെ തോന്നും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അനൗൺസ്മെൻറ്റ് വന്നു. ഫിഷിന് ഫീഡ് ചെയ്യാൻ പോവാണ്, കാണാനായിട്ട് വരണം. അവിടെ ഒരാൾ നിന്നിട്ട് എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര ഷാർക്ക് ഉണ്ട്, എത്ര സ്റ്റിംഗ്രേസ് ഉണ്ട്, ഏതൊക്കെ ഫിഷസ് ആണുള്ളത്, ഏതാണിപ്പോൾ വരുന്നത്, അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാ മീനും കൂടി ഇങ്ങനെ കൂടി വന്ന് ആ ഫീഡ് കഴിക്കാനായിട്ട് വരുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസം. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് ഡിസ്കവറിയിലും അനിമൽ പ്ലാനറ്റിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇത് ഇങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു മീനുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബാക്കി കാര്യങ്ങളും കൂടി കണ്ടിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് ഒരു ടോയ് ഷോപ്പ്, അവരുടെ ടോയ് ഷോപ്പ്. അവിടുന്ന് പിള്ളേരെയൊക്കെ ഒരു തരത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് നേരെ തൊട്ടടുത്ത് ബീച്ച് ഉണ്ടായിരുന്നു. ബീച്ച് വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു, കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് സൺസെറ്റൊക്കെ ആകാറായപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ ദിവസം.